Hi all, welcome to another video of EduSare Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NCHM JEE. ഇന്ത്യയിലെ 21 സെൻട്രൽ IHMകളിലേക്കും അതുപോലെ 30 സ്റ്റേറ്റ് IHMകളിലേക്കും മറ്റ് പ്രൈവറ്റ് IHMകളിലേക്കും BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയുള്ള എക്സാം ആണ് NCHM JEE. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഓട്ടോണമസ് ബോഡിയാണ്. നമുക്കിനി BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കേരളത്തിൽ എവിടെയാണുള്ളതെന്ന് നോക്കാം. കേരളത്തിൽ ഒരേ ഒരു സെൻട്രൽ IHM ആണുള്ളത്, അത് ട്രിവാൻഡ്രത്താണ്. അതുപോലെ ഒരു സ്റ്റേറ്റ് IHM ഉണ്ട്, അത് കോഴിക്കോടാണ്. 2 പ്രൈവറ്റ് IHMകളും ഉണ്ട്. ഇനി നമുക്ക് നിയർ ബൈ വരുന്ന IHMകൾ നോക്കാം. തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് ഒരു സെൻട്രൽ IHM ഉള്ളത്. അതുപോലെ തിരുച്ചിറപ്പള്ളിയിൽ ഒരു സ്റ്റേറ്റ് IHM ഉണ്ട്, ഒരു പ്രൈവറ്റ് IHM കൂടെ തമിഴ്നാട്ടിലുണ്ട്. അതേപോലെ കർണാടകയിൽ ബാംഗ്ലൂർ ഒരു സെൻട്രൽ IHM വരുന്നുണ്ട്, പോണ്ടിച്ചേരിയിൽ ഒരു സ്റ്റേറ്റ് IHM ഉണ്ട്. ഇതെല്ലാം നമ്മുടെ നിയർ ബൈ വരുന്ന IHMകളാണ്. ഈ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 15th ആണ്. അപ് ടു 5 PM വരെ നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് അതേ ദിവസം അപ് ടു 11:50 PM വരെ നമുക്ക് ഫീ പേയ്മെൻറ്റിനും ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മുടെ അപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി 17th മുതൽ 20th വരെയാണ്. ഈ ഒരു എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമുക്ക് 180 minutes ആണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ വരുന്നത്. MCQ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം നടക്കുന്നത് ഏപ്രിൽ 27th 11 AM to 2 PM ആണ്. നമുക്ക് എക്സാമിനേഷൻ പാറ്റേൺ നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു 180 minutes ആണ്, 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQ ക്വസ്റ്റ്യൻസ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഈ 200 ക്വസ്റ്റ്യൻസിൽ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷന് another 30 ക്വസ്റ്റ്യൻസ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് എന്നാണ് എഗെയിൻ ഒരു 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ്. ആപ്റ്റിറ്റ്യൂഡ് ഫോർ സർവീസ് സെക്ടറിന് another 50 ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ്, 180 minute ആണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ. ഈ ഒരു എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീമിൽ 4 മാർക്കാണ് ഓരോ കറക്റ്റ് ആൻസേഴ്സിനും നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിയാൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്ക് നമ്മുടെ കിട്ടിയ മാർക്ക് ഒന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ആൻസർ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, 0 മാർക്കായിട്ടാണ് വരുന്നത്. ഈ ഒരു NCHM JEEയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏതൊരു +2 അല്ലെങ്കിൽ +2 ഈക്വലൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. അതേപോലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇല്ല, ആകെ 3 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഉള്ളൂ. അത് കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂരാണ്. ഈ ഒരു കോഴ്സിൽ മെയിനായിട്ടും ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, റൂം ഡിവിഷൻ, ഹോസ്പിറ്റാലിറ്റി മാർക്കറ്റിംഗ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, ഇങ്ങനെ വിവിധ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഫെബ്രുവരി 15th ആണ് ലാസ്റ്റ് ഡേറ്റ്. താങ്ക് യു.